ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എക്സ് ആൻഡ് വൈ ചാനൽ. നമ്മുടെ എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ USSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിന് USSന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലല്ല എന്നാൽ USSന് ഷുവറായിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ USSന് ഒരുങ്ങുന്ന നിങ്ങളുടെ ക്ലാസ്മേറ്റ്സോ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നോട്ട്ബുക്കും പെൻ എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടിരിക്കുക. നമ്മൾ കുറച്ചധികം ഇൻഫോർമേഷൻസും ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് കാണുക, അതിൽ ഓരോ കാര്യങ്ങളും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ്? ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് which narrates the medical plants of Kerala was the contribution of which foreign power? നമുക്കറിയാം ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശികൾ വന്നിട്ടുണ്ടല്ലേ, പല ഉദ്ദേശങ്ങളായിട്ട് കച്ചവടം നടത്താനും ഇവിടെ കൊള്ളയടിക്കാനും ഇവിടെ ഭരണം നടത്താനും അങ്ങനെ പല ഉദ്ദേശത്തിൽ വന്നിട്ടുള്ള വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ ആദ്യത്തെ ഒരാൾ വരുന്നത്, ആദ്യമായിട്ടൊരു വിദേശി ഇന്ത്യയിലേക്ക് വരുന്നത് ആരാണ്? യൂറോപ്പിൽ നിന്നുള്ള വിദേശി വരുന്നത് കേരളത്തിലെ കാലിക്കറ്റിലേക്കാണ്, കോഴിക്കോടിലേക്കാണ് അല്ലേ, വാസ്കോഡഗാമ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1498 1498 എന്ത് ചെയ്യുന്നത്, വാസ്കോഡഗാമ കേരളത്തിലേക്ക് വരുന്നത് 1498. അപ്പം വാസ്കോഡഗാമ വന്നിറങ്ങിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു, ഓരോ യൂറോപ്യൻസിനും ഇങ്ങോട്ട് വരാനുള്ള വഴി മനസ്സിലായി. അങ്ങനെ പല ആളുകളും എന്ത് ചെയ്തു, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവരെത്തിയപ്പോൾ നമുക്ക് ഒരുപാട് ദ്രോഹങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപകാരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളിൽ ഒന്നാണ് ഔഷധ സസ്യങ്ങൾ. കേരളത്തിൽ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ പ്രതിപാദിക്കുന്ന, അതിനെക്കുറിച്ചുള്ള കളക്ഷൻ ഉള്ള ഒരു പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ആരാണ് ഇറക്കിയെന്നുള്ളതാണ് ചോദ്യം. പോർച്ചുഗീസുകാരാണോ, ഓപ്ഷൻ ബി ഡച്ചുകാരാണോ, ഓപ്ഷൻ സി ഇംഗ്ലീഷുകാരാണോ, അതോ ഓപ്ഷൻ ഡി ഫ്രഞ്ചുകാരാണോ? ഫ്രാൻസിൽ നിന്ന് വന്നവരാണോ, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരാണോ, ഡച്ച് ആയിട്ടുള്ള ആളുകളാണോ, അതോ പോർച്ചുഗീസുകാരാണോ? ഡച്ച് എന്ന് പറയുമ്പോൾ നെതർലാൻഡ്സ് നിന്ന് വന്ന ആളുകൾ അല്ല, പോർച്ചുഗൽ അല്ലെ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ഉണ്ടോ അവിടെ? റൊണാൾഡോയുടെ പോർച്ചുഗലിൽ നിന്ന് ആളുകളാണോ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള കൃതി കമ്പൈൽ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലേ. നമ്മൾ ഓപ്ഷൻ ബി ആണ്, നെതർലാൻഡ്സിൽ നിന്ന് വന്നിട്ടുള്ള ഡച്ചുകാരായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത് ഡച്ചുകാരായിട്ടുള്ള ആളുകളാണ്. അപ്പം ചിലർക്കുണ്ടാവും ഇത് എവിടുന്ന പഠിക്കാന്നുള്ളതൊക്കെ. ഒരു പേടിയും വേണ്ട, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. ആ ഒരു പുസ്തകത്തിന്റെ കവർ പേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ഫോഴ്സ് ആണ്, അവരാണ് ഈ ഒരു ഡച്ച് ഗവർണർ ഹു ഇനീഷ്യേറ്റഡ് ദ കമ്പൈലേഷൻ ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള കറക്റ്റ് ആയിട്ട് ഒരു കൊട്ടേഷന്റെ ഉള്ളിലായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം ഇത് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ സാർ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ ഇങ്ങനെ കൊട്ടേഷനിൽ ഇട്ടത് കാണുന്നുണ്ട്, ലാന്തൻസ്. എന്താണ് ഇത്? ഡച്ച് വേർ ആൾസോ കോൾഡ് ലാന്താൻസ് എന്നുള്ള പേരിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡച്ച് ആളുകൾ, നെതർലാൻഡ്സിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഡച്ചുകാരായിട്ടുള്ള ആളുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലാന്താൻസ് എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ചിലപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് മാത്രമല്ല ചോദിക്കുക, ചിലപ്പോൾ ലാന്താൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള വിദേശ ശക്തി, ഫോറിൻ പവർ ആരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാലോ? അപ്പോൾ ഓപ്ഷൻ എ ഡച്ച്, ഓപ്ഷൻ ബി പോർച്ചുഗീസ്, ഓപ്ഷൻ സി ഫ്രഞ്ച്, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഡച്ചുകാരാണ് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദിച്ചത് മാത്രമല്ല, അതല്ലാതെ അതിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. അപ്പോൾ റെഡി അല്ലേ? അടുത്തൊരു ചോദ്യം നമ്മൾ നോക്കുകയാണ്. ജർമ്മനിയിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഓപ്ഷൻ എ
ജോൺ കെൽവിൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ സ്റ്റാർട്ടഡ് ദ റിഫോർമേഷൻ ഇൻ ജർമ്മനി. റിഫോർമേഷൻ ആണ് മതനവീകരണം, റിഫോർമേഷൻ എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട്ഫുൾ ഉണ്ടാവും, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ, എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ എന്നുള്ളത് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, സാറ് കാണിച്ചിരുന്നുണ്ട്. അതെന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ജർമ്മനിയിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് റിഫോർമേഷൻ മൂവ്മെന്റ് ആരാ തുടങ്ങിയത്? ഓപ്ഷൻ എ ജോൺ കെൽവിൻ, ഓപ്ഷൻ ബി ഹെൻറി എട്ടാമൻ, ഓപ്ഷൻ സി ജോൺ നോക്സ്, ഓപ്ഷൻ ഡി മാർട്ടിൻ ലൂതർ. ഓപ്ഷൻ ഡി മാർട്ടിൻ ലൂതർ. ഇവിടെ ഓപ്ഷൻ ഡി വന്നിട്ടില്ല അല്ലേ? ഓപ്ഷൻ ഡി മാർട്ടിൻ ലൂതർ. ഓപ്ഷൻ ഡി മാർട്ടിൻ ലൂതർ. അപ്പം ഈ 4 പേരിൽ ആരാണ് ജർമ്മനിയിൽ റിഫോർമേഷൻ മൂവ്മെന്റ്, മതനവീകരണ പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളതാണ് ചോദ്യം. ഒത്തിരി അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത്. എളുപ്പമുള്ള ചോദ്യമാണല്ലോ, പലർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ സാറിന് കാണണം. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി വെക്കുക. അപ്പം ഉത്തരം ഏതാണ് കറക്റ്റ്, ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സാറിന് തോന്നുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. യെസ്, ഓപ്ഷൻ ഡി മാർട്ടിൻ ലൂതർ എന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജർമ്മനിയിൽ മതനവീകരണ പ്രസ്ഥാനത്തിന്, റിഫോർമേഷൻ മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത് മാർട്ടിൻ ലൂതർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മാർട്ടിൻ ലൂതറിന്റെ അടിപൊളി ചിത്രമൊക്കെ കൊടുത്തിട്ട് the Renaissance had a say in the religious sphere. Also, the refinement underwent by the European Christianity. എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർട്ടിൻ ലൂതർ ലെഡ് ദിസ് മൂവ്മെന്റ്. ഏത് മൂവ്മെന്റ് ആണ്? റിഫോർമേഷൻ. 16th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന റിഫോർമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, മതനവീകരണം എന്നറിയപ്പെടുന്ന ആ മൂവ്മെന്റ് മാർട്ടിൻ ലൂതർ ആണ് തുടങ്ങിയിട്ടുള്ളത്. അത് ജർമ്മനിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഫോട്ടോ അടക്കം കൊടുത്തിട്ടുള്ള ചോദ്യമാണ് എന്ത് ചെയ്യുന്നത്, USSനൊക്കെ ചോദിക്കുക. അല്ലാതെ USSന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചോദ്യങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്, ഇതൊക്കെ എങ്ങനെ പഠിക്കുക എന്നുള്ള സംശയങ്ങളൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, മക്കൾക്ക് ഉണ്ടാവേണ്ടതില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, USSൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? 1922, 1922, 1932, 1932 ആണോ, 1942, 1942 ആണോ, അതോ 1952, 1952 ആണോ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നറിയപ്പെടുമ്പോൾ അല്ലേ, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യയെ വിടുക, ഇന്ത്യ ക്വിറ്റ് ചെയ്ത് പോവുക, നിങ്ങൾ ഒഴിവാക്കി പോവുക എന്നുള്ള ആഹ്വാനം ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള, ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അത് ഏത് വർഷമാണ് നടന്നതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുകയാണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യ വിട്ടു പോവുക, അപ്പോൾ ഒരു അവസാന കാലഘട്ടത്തിൽ നടന്നതാവൂലേ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, നമുക്കിപ്പോൾ ഇതിൻ്റെ ഉത്തരം കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം, ഗസ് ചെയ്ത് ഇങ്ങനെ നോക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും ഉത്തരം കണ്ടെത്താൻ പറ്റുമോ. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം നമുക്ക് അറിഞ്ഞോളണമെന്നില്ലല്ലോ. അത് അറിയാന്നുള്ളതും ഇമ്പോസിബിൾ ആണ്. കാരണം അതറിയുന്നവരുണ്ടാവും, പക്ഷെ എല്ലാ കാര്യം മൊത്തത്തിൽ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ചില ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഊഹിച്ച് ഓരോ ഓപ്ഷൻസ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഉത്തരം കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള സാറ് പഠിപ്പിച്ചു തരാം. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണല്ലോ. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷമാണ്? 1947, 1947 എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 നമ്മുടെ സ്കൂളിൽ ഓഗസ്റ്റ് 15-ൻ്റെയും ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേ ഒക്കെ വരുമ്പോൾ സ്കൂളിലെ സ്പീച്ചിലും അല്ലാതൊക്കെ നമ്മൾ കേട്ട് താമസിച്ചിട്ടുള്ള കാര്യമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. 1952, കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സമരം നടത്തുമോ? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സമരം നടത്തുമോ? ഇല്ലല്ലോ, സമരം നടത്തൂലല്ലോ. അപ്പം ഈ ഓപ്ഷൻ എന്തായാലും വരില്ല, ഓപ്ഷൻ ഡി. അപ്പം ആരും എന്ത് ചെയ്യരുത്, ഓപ്ഷൻ ഡി എഴുതരുത്. ഓപ്ഷൻ ഡി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മണ്ടത്തനാണ്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും സമരം നടത്തുമോ? അപ്പം ഓപ്ഷൻ ഡി തെറ്റാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, 22 ഉണ്ട്, 32 ഉണ്ട്, 42 ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞല്ലോ ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടാൻ വേണ്ടിയിട്ടാണ് അവസാന കാലഘട്ടത്തിൽ നടന്ന സമരം.
അപ്പോൾ 1947 എന്ത് ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള വർഷം ഏതാണ്? 1942 ആണ്. അപ്പം അതൊരു ഗസ്സാണ്, എപ്പോഴും അങ്ങനെ എന്ത് ചെയ്യണമെന്നില്ല, ശരിയാവണമെന്നില്ല. അപ്പം ഈ രൂപത്തിൽ നമുക്ക് ആലോചിച്ചിട്ട് ഉത്തരം കണ്ടെത്താം. അപ്പോൾ 1922 ഒക്കെ കുറച്ചും കൂടി ഏർലിയാണ്. 47 സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിൻ്റെ ഒരു 5 വർഷം മുമ്പായിരിക്കാം ക്വിറ്റ് ഇന്ത്യ സമരം, കാരണം അവസാന കാലഘട്ടത്തിൽ നടന്ന സമരമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഊഹത്തിൽ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിനുള്ള റിസ്ക് നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 1942 എന്ത് ചെയ്യണത്, നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ട് ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ടതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത് ആര് ആഹ്വാനം ചെയ്താണെന്ന് അറിയോ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. മഹാത്മാഗാന്ധി അല്ലേ, നമ്മുടെ ഗാന്ധിജി മഹാത്മാഗാന്ധി നടത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഗാന്ധി നടത്തിയത് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ അടുത്തൊരു ചോദ്യം നോക്കൂ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി സത്യാഗ്രഹ സമരം നടന്ന സ്ഥലം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് സത്യാഗ്രഹ സമരം, ദ പ്ലേസ് വേർ സത്യാഗ്രഹ ടുക്ക് പ്ലേസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി. ദ പ്ലേസ് വേർ സാൾട്ട് അല്ല, ദ ഫസ്റ്റ് സത്യാഗ്രഹമാണ് കേട്ടോ. ഇത് ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഈ ചോദ്യം കൂടി ഉപയോഗപ്പെടുത്താൻ ഇതിൻ്റെ ഇംഗ്ലീഷും ഇതും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഈ സാൾട്ട് എന്നുള്ളടത്ത് ഈ ഒരു ഇതാക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേണ്ട. കാരണം അല്ലാതെ എന്ത് ചെയ്യാം, അതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം, 2 ചോദ്യങ്ങളാക്കിയിട്ട് കാണാം. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കണ്ടെത്താൻ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ മലയാളത്തിൽ കൊടുത്തുള്ള ചോദ്യം നോക്കൂ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി സത്യാഗ്രഹ സമരം നടന്ന സ്ഥലം ഏത്? അമൃത്സർ കൊടുത്തിട്ടുണ്ട്, ദണ്ഡി കടപ്പുറം കൊടുത്തിട്ടുണ്ട്, പയ്യന്നൂർ കൊടുത്തിട്ടുണ്ട്, ചമ്പാരൻ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ചോദിച്ചുള്ള ചോദ്യം, ദ പ്ലേസ് വേർ സാൾട്ട് സത്യാഗ്രഹ ടുക്ക് പ്ലേസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി. ഗാന്ധിയുടെ നേതൃത്വത്തിൽ സാൾട്ട് സത്യാഗ്രഹം എവിടെയാണ് നടന്നത്? അവിടെയും സെയിം ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരേ ഓപ്ഷൻ വരുന്നു, 2 ചോദ്യം. ഇവിടെ ആദ്യമായി എന്നുള്ളതായിരുന്നു, ഇവിടെ വന്നിട്ടുള്ള ചോദ്യം ആദ്യമായി എന്നുള്ളതല്ല, ഇവിടെ വന്നിട്ടുള്ള ചോദ്യം സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം എവിടെയാണ് നടന്നതെന്നുള്ളതാണ്. അപ്പം ചോദ്യം 2 പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, 2ൻ്റെയും ഉത്തരം കണ്ടെത്താം. അപ്പം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, സത്യാഗ്രഹം നടന്നത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ചമ്പാരനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ സത്യാഗ്രഹം നടക്കുന്നത്. അതിൻ്റെ ഒരു കഥ നമുക്ക് പറയാം. ഇനി സാൾട്ട് സത്യാഗ്രഹം നടക്കുന്നത് എവിടെയാണ്? ചമ്പാരനിലാണോ സാൾട്ട് സത്യാഗ്രഹം? ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ചമ്പാരനിലാണോ? അല്ല, ദണ്ഡി കടപ്പുറത്താണ് അല്ലേ. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെയാണ് എന്ത് ചെയ്യുന്നത്, സാൾട്ട് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട്, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ദണ്ഡി കടപ്പുറത്ത് എത്തിയിട്ട് അവിടുന്ന് ഉപ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപ്പ് സത്യാഗ്രഹം, ഉപ്പ് നിയമം ലംഘിക്കുകയും ഉപ്പ് സത്യാഗ്രഹം നടത്തുകയൊക്കെ ചെയ്ത്. അപ്പം ഇതൊരു ചോദ്യത്തിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. 2നും 2 ആൻസർ, ഇംഗ്ലീഷിൻ്റെയും ഒരു ആൻസറും മലയാളത്തിൻ്റെയും മറ്റൊരു ആൻസറുമാണ്. പക്ഷേ നമ്മുടെ എക്സാം വൈയുടെ മക്കൾ എന്ത് ചെയ്യും, ആ ഓരോ കാര്യങ്ങളും കണ്ണിങ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആ വർഷം വന്ന ചോദ്യം ഈ ഒരു രൂപത്തിലായിരുന്നു, മലയാളത്തിൽ വേറെ ചോദ്യ രൂപത്തിലാണ് വന്നത്. പക്ഷേ ഓപ്ഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹ സമരം നടത്തിയത് ചമ്പാരനിലാണ്. സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ദണ്ഡി കടപ്പുറത്താണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് 2 ഇത് കിട്ടി. ഇനി അത് മാത്രമല്ല, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. ഗാന്ധിജി നടത്തിയിട്ടുള്ള ഈ ഒരു സമരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം ആദ്യമായിട്ട് ഗാന്ധിജി നടത്തുന്നത്. പിന്നെ അതിനുശേഷമാണ് എന്ത് ചെയ്യണത്, കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ, അഹമ്മദാബാദിലെ കോട്ടൺ തുണി മിൽ തൊഴിലാളികളുടെ സമരം എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി ലീഡ് ചെയ്യുന്നത്, ഗാന്ധിജി നേതൃത്വം കൊടുക്കും. പിന്നെ അതിനുശേഷമാണ് ഗുജറാത്തിലെ കേദയിൽ വെച്ച് നടന്നിട്ടുള്ള കേദ സത്യാഗ്രഹം.
സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ കാലഘട്ടത്തിലെ സമരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 പേരുകളാണിത്. ഈ ഒരു കഴിഞ്ഞൊരു എക്സാമിന് എന്ത് ചെയ്തു, ചിലപ്പം ചമ്പാരൻ ചോദിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ പ്രാവശ്യവും ചമ്പാരൻ തന്നെ ആവണമെന്നില്ല എക്സാമിന് ചോദിക്കേണ്ടത്. ചിലപ്പോൾ അടുത്ത വർഷം എന്ത് ചെയ്യുന്നു, ഗാന്ധിജി അഹമ്മദാബാദിൽ നടത്തിയ സമരത്തിന്റെ പേരെന്ത്, അപ്പൊ കോട്ടൺ മിൽ വർക്കേഴ്സ് സ്ട്രൈക്ക് എന്നുള്ളതാണ് അതിന്റെ പേര്. അതൊരു നിരാഹാര സമരമായിരുന്നു, ഹങ്കർ സ്ട്രൈക്ക് ആയിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ ഗാന്ധിജി സമരത്തിന് ഇറങ്ങി. അങ്ങനെ ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു, ആ നിയമം ഇതാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ, കോട്ടൺ മിൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് സമരം നടത്തുന്നത്. പിന്നീടാണ് നമ്മുടെ ഗുജറാത്തിലുള്ള ഖേദ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് അവരുടെ കൃഷിയൊക്കെ നശിച്ചു പോയി. പക്ഷെ അവർക്ക് ടാക്സ് എന്ത് ചെയ്തില്ല, കുറച്ച് കൊടുത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ടാക്സ് അടക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഗാന്ധിജി സമര രംഗത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഗാന്ധിജി നടത്തിയിട്ടുള്ള ഖേദ സത്യാഗ്രഹം എന്ന് പറയപ്പെടുന്ന ഗുജറാത്തിലെ സത്യാഗ്രഹം. അപ്പം ഇതൊക്കെ ഗാന്ധിജിയുടെ പഴയ ആദ്യത്തെ തുടക്ക കാലഘട്ടത്തിലെ സത്യാഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ എക്സാമിന് ചോദിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? നല്ല എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ഹു റോട്ട് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആമുഖത്തിനാണ് ഇംഗ്ലീഷിൽ എന്ത് പറയാ, പ്രിയാമ്പിൾ എന്ന് പറയാം. ഓപ്ഷൻസ് ആയിട്ട് ജവഹർലാൽ നെഹ്റു ഉണ്ട്, സച്ചിദാനന്ദ സിൻഹ ഉണ്ട്, ഓപ്ഷൻ സി BR അംബേദ്കർ ഉണ്ട്, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ് ഉണ്ട്. ഈ 4 പേരിൽ ആരാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം എഴുതിയത്? നല്ല എളുപ്പമുള്ള ചോദ്യമാണല്ലോ. പലരും ഇങ്ങനെ ഓപ്ഷൻ സി ഇങ്ങനെ കാണുമ്പോൾ ഓപ്ഷൻ സി ആണോ, ഭരണഘടനയുമായിട്ട് എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് അംബേദ്കർ ആയിരിക്കും, BR അംബേദ്കർ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എന്നാൽ അതല്ല ശരിയായിട്ടുള്ള ഉത്തരം. ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം എഴുതിയിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വെണ്ടക്കാക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രിപ്പയർഡ് ദ പ്രിയാമ്പിൾ ഇൻ ഹിസ് പോയറ്റിക് സ്റ്റൈൽ. അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സ്റ്റൈലിൽ, കാവ്യാത്മകമായിട്ടുള്ള ശൈലിയിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഇന്ത്യയുടെ ആമുഖം എഴുതി, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം എഴുതി എന്നുള്ളൊരു പോയിന്റ്. അപ്പം ഇന്ത്യയുടെ ഭരണഘടനയുടെ ചീഫ് ആർക്കിടെക്ട്, മുഖ്യശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BR അംബേദ്കർ ആണ്. എന്നാൽ ഇന്ത്യയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളൊരു കാര്യം എന്താണ് നമ്മൾ ഇതിന്ന് പഠിച്ചത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഭാഗം തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെ നമുക്കുണ്ടല്ലോ. ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ഷുവറായിട്ടും നിങ്ങൾ എഴുതി വെച്ചോളൂ, കുറിച്ച് വെച്ചോളൂ. സാറ് പറയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഒരു ചോദ്യം എന്തായാലും ഷുവറായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ USS എക്സാമിന് ചോദിക്കും. അപ്പോൾ USSന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിലുള്ള മുഴുവൻ ഫാക്റ്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഫാക്റ്റുകളൊക്കെ നമ്മുടെ X&Y ചാനലിൻ്റെ ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക. അതോടൊപ്പം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മുഴുവൻ പോയിന്റുകളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഒരുപാട് ഇനിയും ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.